ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. പക്ഷേ ഇന്ന് കിച്ചൻ്റെ പരിപാടിയൊന്നുമല്ല ചെയ്യണം. ഞാൻ എൻ്റെ മുറ്റത്തുള്ള കൃഷിയൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പാചകത്തിനുള്ള ഗ്യാസ് തീർന്നിരിക്കുവാണ്. ഇനി കിട്ടിയിട്ട് വേണം എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ചെറിയ ചെടികളൊക്കെ ഒന്ന് കണ്ട് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം. ഇത് കുരുമുളകാണ് കേട്ടോ. കുരുമുളക് കുറച്ചുണ്ട്, 4 ചട്ടിയൊക്കെ ഉണ്ട് ഇവിടെ. അതിൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടാവശ്യത്തിനുള്ള കുരുമുളകൊക്കെ എടുക്കുന്നത്. 4-5 ചട്ടിയുണ്ട്. ഇതിലൊക്കെ കുരുമുളക് ഉണ്ടായിട്ടുണ്ട്. കുരുമുളക് ഞാൻ കുറച്ച് പറിച്ചതാണ് കഴിഞ്ഞ ദിവസം. ഒരു 1/4 കിലോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ ആവശ്യത്തിനുള്ള കുരുമുളക് ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. എന്താ ഇതിപ്പോൾ ഇത്തിരി ഷോർട്ടായിട്ടുണ്ട് സാധനം. വളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഇലയൊക്കെ ഒരു മഞ്ഞളിപ്പ് പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. ഉണ്ടോ? പിന്നെ 5 ചട്ടിയുണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ ചെറിയ പപ്പമരം വെച്ചിട്ട് ഒരു 1.5 മാസമായിട്ടുണ്ട് ഈ പപ്പമരത്തിന്. കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെയൊക്കെ പോകുന്നു. അങ്ങനെ പാചകം ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിന്ന് ഇതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. എൻ്റെ ചെടികളൊക്കെ കണ്ട, എൻ്റെ ചെടികൾ ഇങ്ങനത്തെയാണ്. പപ്പായ കുറേ കിളുത്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ പിടിക്കില്ല. എന്താണെന്നാ ഒരു ഇതുമില്ല. ചീര 2 തണ്ട് ചീരയുണ്ട്. പിന്നെ സ്റ്റാർ പുളി ഉണ്ട് കേട്ടോ. ഇവിടെ സ്റ്റാർ പുളി ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. സ്റ്റാർ പുളി ഉണ്ടായി കിടക്കണ എന്താ സ്റ്റാർ പുളിയാണ് ഉണ്ടായി കിടക്കുന്നത്. ഇഷ്ടം പോലെ ഉണ്ട് ഇതിൽ. കണ്ടോ? സ്റ്റാർ പുളി പഴുത്തിട്ടുണ്ട്. ഇത് പറിച്ചിനി ജ്യൂസ് അടിക്കണം. ഇങ്ങനെ കുറേ ചെടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഈ വഴുതന തൈ കണ്ടോ? വഴുതന 2 മാസമായിട്ടുള്ളൂ. ഇത് എല്ലാം പിടിപ്പിച്ച് വളമൊക്കെ ഇട്ടിരിക്കുകയാണത്. ഇങ്ങനെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് പോകുന്നു. എൻ്റെ ചെടികളാണ് ഇതൊക്കെ. പിന്നെ കുറച്ച് മുളക് തൈകളൊക്കെ കിളുത്ത് വന്നിട്ടുണ്ട്. ഇത് ഒരു തൈ നിൽക്കുന്നത് മക്കോട്ട് തേവയുടെ തൈയാണ്. ഇവിടെ 2-3 പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് പറിച്ച് നടണം നമുക്ക്. റോസ് കൊമ്പ്. പിന്നെ ഇതെന്താ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കമ്പാണിത് കേട്ടോ. അത് പിടിച്ച് വരണേ ഉള്ളൂ. പിന്നെ 2 കമ്പ് ഒരു സ്ഥലത്തുനിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതിങ്ങനെ പിടിച്ച് വരുന്നേ ഉള്ളൂ. ഇത് ഒരു മുളക് തന്നെയാണ് കേട്ടോ, കുരുമുളക്. അത് വളരെ നീട്ടമുള്ള കുരുമുളക് ഉണ്ടാകുമ്പോൾ നല്ല നീട്ടമാണ് ഇതിന്. ഈ മുളക് ഇപ്പം നിന്ന് നിൽക്കുവാണ്. അതിന് ഒരു മഞ്ഞളിപ്പൊക്കെ ആയിട്ട് മരുന്നടിച്ച് നിർത്തിയേക്കുവാണ് ഇപ്പം. എൻ്റെ റോസക്കൊമ്പുകൾ, അങ്ങനെ കുറേ ചെടികളൊക്കെ ഉണ്ട്. ഇഞ്ചി, വഴുതന. ഇവിടെ ഒരു കുരുമുളകിൻ്റെ തണ്ടുണ്ട്. ഇതിലും മുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഉണ്ടായി വരുന്നേ ഉള്ളൂ. അവിടെ 2 പപ്പമരം വെച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക്. അതിന് 2 മാസമായിട്ടുള്ളൂ വെച്ചിട്ട്. വളമൊക്കെ ഇട്ട് നിർത്തിയൊക്കെയാണ്. ഇനി പൂവുണ്ട്. ഇത് എവിടെ ദൂര സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. കൊടൈക്കനാലും എപ്പോഴും എവിടെ നിന്നങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അത് നല്ല ഭംഗിയുണ്ട്. പൂവൊക്കെ ഉണ്ടായി കാണുമ്പോൾ. ഇത്രയും സാധനങ്ങളാണ് എൻ്റെ വീട്ടിലുണ്ടാവുന്നത്. പിന്നെ ജാതിമരമുണ്ട്. ജാതിക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിൽ. ഉണ്ട് ജാതിമരം. ജാതിക്ക് ഇഷ്ടം പോലെ ഉണ്ടായി കിടപ്പുണ്ട് ഇതിൽ. പിന്നെ എനിക്ക് ഒരു തെങ്ങുണ്ട്, 2 തെങ്ങുണ്ട്. അതിൽ കായ്ച്ചു തുടങ്ങിയിട്ടുള്ളൂ. വാഴയൊക്കെ പിടിച്ചു തന്നെ ഉള്ളൂ എനിക്ക്. അങ്ങനെയാണ് എൻ്റെ കൃഷികളൊക്കെ. ഇവിടെയൊക്കെ കൃഷിയുണ്ട്. കുറച്ച് സ്ഥലമുണ്ട്. ആൾ ചെയ്യാൻ എനിക്ക് സമയമില്ല. അങ്ങനത്തതും ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. പിന്നെ ഒരു മാവ് കിളുത്ത് വന്നു. മാവ് വലുതാണ്, പൂത്തൊട്ടില്ല. ഞാനൊരു മരുന്നൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. നമുക്ക് ഒരു കറിവേപ്പൊക്കെ ഉണ്ട്. എല്ലാം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ സമയം കിട്ടണില്ല. അതാണ് ഇതൊന്നും. എല്ലാം റെഡിയായി നിൽക്കുവാണ്. സ്റ്റാർ പുളിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ പുളി പിന്നെ പറയണ്ടല്ലേ. ഇരുമ്പൻ പുളി എന്ന് പറയുമോ അതിന്. ഇരുമ്പൻ പുളി ഇഷ്ടം പോലെ ഉണ്ടായിട്ട് കൊഴിഞ്ഞ് വീണ് എല്ലാം പോയി കേട്ടോ.
പിന്നെ ഈ ചെടിയുണ്ട്, ഇലച്ചെടി. എനിക്ക് 2-3 സൈസ് ഇലച്ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പം നമുക്ക് ഗ്യാസൊക്കെ ശരിയായിട്ട് പാചകം ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആരും എന്നെ വിട്ടുപോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് ബൈ.